प्यारे बच्चों, नमस्ते। पिछले कक्षा में हमने ई मात्रा पढ़ा था। എല്ലാവരും പഠിച്ചില്ലേ? ഈ മാത്ര പഠിച്ചു. हमारा अगला पाठ है ऊ की मात्रा। किसी भी अक्षर के नीचे या साथ में ऊ की मात्रा लगाए जाने पर उसका उच्चारण ऊ ध्वनि के साथ होता है। When the symbol U is added to a letter or below it, the letter is pronounced with the U sound. ഒരു അക്ഷരത്തിന്റെ താഴെ U ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന മിസ് ഗ്രീൻ കളറിൽ ഒരു മാത്ര ഇട്ടിട്ടില്ലേ, അത് അക്ഷരങ്ങളുടെ താഴെ ചേർത്ത് വായിക്കുമ്പോൾ അതിന്റെ ഉച്ചാരണം ഉ എന്ന് ആകുന്നു. ക, കു, ഘ, ഗു, ഗ, ഗു, ഘ, ഗു, ങ. ഏത് അക്ഷരത്തിന്റെ താഴെയാണോ ഈ ഉ മാത്ര ഇടുന്നത്, ആ അക്ഷരം ഉ എന്ന സ്വരത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ച, ചു, ഛ, ഛു, ജ, ജു, ജ, ജു, ഞ. ഠ, ടു, ഠ, ടു, ഡ, ഡു, ഠ, ഡു, ന, നു. അതുപോലെ എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ ചേർത്ത് വായിക്കണം. പക്ഷേ ഇതില് മിസ് റെഡ് റൗണ്ട് ഇട്ട ഒരു അക്ഷരം കണ്ടോ? യ, ര, ല, വ. ഇതില് യ, യു. ര എന്ന അക്ഷരം നിങ്ങൾ രു എന്ന് എഴുതുമ്പോൾ അതിന്റെ താഴെയല്ല ആ മാത്ര ഇടുന്നത്. ഗ്രീൻ കളറിൽ മിസ് കാണിച്ചില്ലേ? ഫസ്റ്റിൽ കാണിച്ചത് റോങ് ആണ്. അങ്ങനെ താഴെയല്ല ര എന്ന അക്ഷരത്തിന്റെ രു എന്ന ഉച്ചാരണം വരുമ്പോൾ മാത്ര ഇടുന്നത്. റൈറ്റ് ഇട്ട് കാണിച്ചില്ലേ? ര എന്ന അക്ഷരത്തിന്റെ എവിടെയാണ് ഇട്ടത് നോക്കൂ, നല്ലതുപോലെ ശ്രദ്ധിച്ചു നോക്കൂ. ധ്യാൻ സെ ദേഖിയേ, കണ്ടോ? അവിടെയാണ് രു എന്ന അക്ഷരത്തിന് മാത്രം. ര, രു എന്നാകുമ്പോൾ ആ അക്ഷരം എഴുതുന്നത് ഇങ്ങനെയാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കണം, മറന്നു പോകരുത്. ഉ, ഉ. ലിസൺ, എല്ലാ അക്ഷരങ്ങളും അതിന്റെ താഴെ നമ്മൾ ഈ ചിഹ്നം ചേർത്ത് ത, തു, ധ, ദു, ദ, ദു, ധ, ദു, ന, നു. പ, പു, പ, പു, ബ, ബു. എല്ലാ അക്ഷരങ്ങളും കണ്ടില്ലേ? ഭ, ഭു, മ, മു. അതുപോലെ യ, ര, ല, വ എന്നതില് ര എന്ന അക്ഷരത്തിന് രു എന്നെഴുതുമ്പോൾ അതിന്റെ മാത്ര എവിടെയാണ് ഇട്ടത് എന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കണം. किसी भी अक्षर के नीचे या साथ में उ की मात्रा लगाए जाने पर उसका उच्चारण क्या है? उ ध्वनि के साथ आता है. മനസ്സിലായോ? Take your textbook. U की मात्रा. ഉ, ഉ എന്ന അക്ഷരത്തിന് മാത്ര ഏതാണെന്ന് മനസ്സിലായില്ലേ? സ, സ് പ്ലസ് ഉ. അത് ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ സു. किसी भी अक्षर के नीचे या साथ में उ की मात्रा लगाए जाने पर उसका उच्चारण उ ध्वनि के साथ होता है. उपहार, उपहार का अर्थ गिफ्ट, गिफ्ट. उपवन, उपवन क्या है? गार्डन. സുരാഹി, സ എന്ന അക്ഷരത്തിന്റെ താഴെയാണ് ഉ മാത്ര നമ്മൾ ഇട്ടത്. ആ ചിത്രം നോക്കൂ നിങ്ങള്. സുരാഹി. അപ്പം എന്താണ് വായിക്കുന്നത്? സ, സരാഹി നഹി, സുരാഹി, സുരാഹി. കച്ചുവ, കച്ചുവ. ഛ എന്ന അക്ഷരത്തിന്റെ താഴെയാണ് എന്ത് വന്നത്? ഉ എന്ന മാത്ര വന്നത്. ഇതുപോലെ എല്ലാ അക്ഷരങ്ങളുടെയും താഴെ വരുന്ന, താഴെ ഈ മാത്ര ഇട്ടാൽ ആ അക്ഷരം ഉ ധ്വനി
ിലാണ് വായിക്കുന്നത്. ഉപഹാർ, ഉപവൻ, ഉപഹാർ ഗിഫ്റ്റ്, ഉപവൻ ഗാർഡൻ, സുരാഹി വാട്ടർ പോട്ട്. വാട്ടർ പോട്ട് കഴുത്ത് നീണ്ട കൂജ, അതിനെയാണ് സുരാഹി എന്ന് പറയുന്നത്. കച്ചുവ, കച്ചുവ അറിയാലോ കച്ചുവ എന്താണെന്ന്. പഠിയേ ഔർ സമജിയേ, റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ക കു ല कुल, कुल क्या है? कुल क्या है? टोटल. कुल का अर्थ टोटल. पुल, പ അടിയില് പൂ മാത്രയാണ് ഇട്ടത്, അപ്പം പുൽ. പുൽ ब्रिज. चुन, चुन, चुन का अर्थ पाउडर और फ्लोर. बुन, नेत, knit. कुछ, का कु चा, कुछ, कुछ some. दुख, दुख sad. खुश हैप्पी. खुश का मतलब क्या है? हैप्पी. पुत्र, पुत्र सन. इसके बाद चू ही या, चू ही या എന്താ അത് വായിക്കാം? ചുഹിയ, ചുഹിയ rat. പുജാരി, പൂജ, ആ മാത്ര എവിടെ കണ്ടില്ലേ? രാ കഴിഞ്ഞിട്ട് ഏത് മാത്രയാ വന്നത്? ഈ മാത്ര. അപ്പൊ എന്ത് വായിക്കണം? പുജാരി. പുജാരി का अर्थ priest. ഇതിന്റെ ഒന്നും മീനിങ്സ് നിങ്ങൾ ഈ കോളത്തിൽ കൊടുത്ത മീനിങ്സ് മാത്രം പഠിച്ചാൽ മതി. സുപാരി, നെക്സ്റ്റ് വേർഡ് സുപാരി. സുപാരി का अर्थ अरगनट, अरगनट अड़क्ക. सुराही, सुराही a long necked earthen water pot. पूजा. और बुढ़िया, वा बुढ़िया, बुढ़िया, बुढ़िया old woman. सुबह, सुबह का अर्थ मॉर्निंग. पुराना old. साबुन soap, soap. ഒന്നും കൂടെ മിസ് വേർഡ്സ് മാത്രം വായിച്ചു തരാം, നോക്കൂ. കുൽ, പുൽ, ചുൻ, ബുൻ. എന്റെ കൂടെ തന്നെ നിങ്ങൾ വായിക്കണം. दोहराए मेरे साथ. कुछ, दुख, खुश, पुत्र. चुहिया, पुजारी, सुपारी, सुराही, बुढ़िया, सुबह, पुराना, साबुन. वाइच पढ़िए, पढ़िए और समझिए. आज इतना है. धन्यवाद.